ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ആയുർവേദത്തിൽ ഏറെ പ്രശസ്തി ആർജിച്ച ഒരു ഔഷധമാണ് നായ്ക്കുരണ പരിപ്പ് എന്നുള്ളത്. ഈ നായ്ക്കുരണ പരിപ്പിൻ്റെ ചില പ്രയോഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ആദ്യമായി നായ്ക്കുരണ പരിപ്പ് നന്നായി പൊടിച്ചത് 1 ടീസ്പൂൺ, അതുപോലെ ബദാം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇവ രണ്ടും മിക്സ് ചെയ്ത് 1 ഗ്ലാസ് പാലിൽ അതുപോലെ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ചെറുതീയിൽ അടുപ്പത്ത് വെച്ച് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കണം. അതിനുശേഷം അത് നന്നായി തണുത്തതിന് ശേഷം നെയ്യും തേനും ചേർത്ത് അത്താഴത്തിന് പുറമേ കഴിച്ചാൽ നാഡിബലം പറ്റ തീർന്ന ആളുകൾക്ക് പോലും, വാർദ്ധക്യം മൂലം നാഡി തളർച്ച ഉണ്ടായ ആളുകൾക്ക് പോലും വളരെ വിശേഷ ഫലം നൽകുന്ന ഒന്നാണ് ഈ പ്രയോഗം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെയ്യും തേനും തുല്യ അളവിൽ എടുക്കാൻ പാടുള്ളതല്ല. നെയ്യ് 1 ടീസ്പൂണായി എടുക്കുന്നെങ്കിൽ 1/2 ടീസ്പൂൺ തേൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അടുത്ത നായ്ക്കുരണ പരിപ്പിൻ്റെ മറ്റൊരു പ്രയോഗം, നായ്ക്കുരണ പരിപ്പ് അതുപോലെ സൂചി ഗോതമ്പും പാലിൽ പുഴുങ്ങി അല്ലെങ്കിൽ വേവിച്ച് കഴിച്ചാൽ അതിനോടൊപ്പം നെയ്യും തേനും ചേർക്കണം. അതുപോലെ അടുത്ത നായ്ക്കുരണ പരിപ്പിൻ്റെ മറ്റൊരു പ്രയോഗമാണ് നായ്ക്കുരണ പരിപ്പ് പൊടിച്ചതും നമ്മുടെ ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിക്കണം. ഇവ രണ്ടും മിക്സ് ചെയ്ത് അതിനോടൊപ്പം നെയ്യും തേനും, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നെയ്യും തേനും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തുല്യ അളവിൽ എടുക്കാൻ പാടുള്ളതല്ല. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൗണ്ട് പറ്റ കുറഞ്ഞ ആളുകൾക്കും വളരെ ഫലപ്രദമാണ്. അതുപോലെ ധാതുബലം ക്ഷയിച്ച ആളുകൾക്കും ഒരുപോലെ ഫലപ്രദമായ ഒന്നാണ് ഈ നായ്ക്കുരണ പരിപ്പിൻ്റെ പ്രയോഗങ്ങൾ. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.